ഹോപ്പ് ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ അതേ കമോഡിറ്റി. പറഞ്ഞിട്ട് അത് ഉണ്ടാക്കിയെടുക്കുക, ഹോപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് അത് വിറ്റ് കാശാക്കുക. അതാണ് ഇവർ ചെയ്യുന്നത്. മരണത്തോടടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേവലാതി ഉണ്ടല്ലോ, കയ്യിലുള്ള സ്വത്ത് മൊത്തം വിറ്റ് ഇവർ പറയുന്ന പാവയ്ക്ക ജ്യൂസെങ്കിൽ പാവയ്ക്ക ജ്യൂസ്, പപ്പായ ജ്യൂസെങ്കിൽ പപ്പായ ജ്യൂസ്, ഗോമൂത്രം പട്ടിത്തീട്ടാണെങ്കിൽ അത് വരെ വാരി തിന്നിട്ട് നമുക്ക് അതിജീവിക്കാം. രണ്ട് തരം മനുഷ്യരാണ്. ഒന്ന് ഈ സൗന്ദര്യവർദ്ധനം, വെയ്റ്റ് ലോസ്, ബോഡി ഇമേജ്. സി ദ ബിഗസ്റ്റ് സെല്ലിംഗ് പോയിന്റ് ഇൻ ഇന്ത്യ ഇസ് എവറിബഡി ഈസ് അഷെയിംഡ് ഓഫ് ദംസെൽവ്സ്. ബോഡി ഇമേജ് അഷെയിംഡ് എന്ന് വെച്ചാൽ ഷെയിം. ചെറുപ്പത്തിലേ കുഞ്ഞിലേ അച്ഛനമ്മമാർ വരെ പിള്ളേരെ ഷെയിമിലാണ് വളർത്തുന്നത്, മനസ്സിലായില്ലേ? അത് വളരുമ്പോഴത്തേക്ക് അതൊരു കമ്മോഡിറ്റി ആയി മാറും. യുനോ, പീപ്പിൾ ആർ അഷെയിംഡ് ഓഫ് ദിയർ കോംപ്ലക്ഷൻ, ദിയർ സ്റ്റാച്ചർ, ദിയർ ഫിസിക്കൽ ഫോം. അതെല്ലാം എങ്ങനെയാണ് അവസാനം അതൊരു ക്യാപിറ്റലായി മാറുന്നത്? എ ക്യാപിറ്റൽ ബിൽഡ് ഓൺ ഷെയിം ആൻഡ് ഇൻസെക്യൂരിറ്റി. അതിനെ ഇവർ ക്യാപിറ്റലൈസ് ചെയ്യും. രണ്ടാമത് ഫിയർ ഓഫ് ഡെത്ത്, ടെർമിനൽ ഇൽനെസ്. ഈ മൂന്ന് സംഗതികൾ, ടെർമിനൽ ഇൽനെസ്സിനെയും ഫിയർ ഓഫ് ഡെത്തിനെയും പിന്നെ ഈ ഫിയർ മോങ്കറിങ് എല്ലാം എന്ന് വെച്ചാൽ അത് നിങ്ങൾ കഴിക്കുന്നുണ്ടോ? പല്ല് തേക്കുന്നുണ്ടോ രാവിലെ? പല്ല് ടൂത്ത് പേസ്റ്റിൽ ഫ്ലോറൈഡ് ഉണ്ട്. ഫ്ലോറൈഡ് എന്തൊക്കെ ഉണ്ടാക്കുമെന്നറിയാം? ഇന്ന രോഗങ്ങൾ ഫ്ലോറൈഡ്. പോയി ഗൂഗിൾ അടിച്ച് നോക്കൂ. പിന്നെ അതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, അതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ആ പ്രിസർവേറ്റീവ്സ് നിങ്ങൾ ഒരു ബ്രെഡ് എടുത്ത് വെളിയിൽ വെച്ച് നോക്കൂ, അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ചീത്തയാവില്ല. പക്ഷേ വീട്ടിലുണ്ടാക്കുന്നത് അപ്പം ചീത്തയാവും, മനസ്സിലായില്ലേ? കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ് ചീത്തയാവാതിരിക്കുന്നത്? ഇത് വയറ്റിൽ പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിച്ച് ഈ ബ്രെഡ് ചീത്തയാകാതിരിക്കുന്നത് കൊണ്ടാണ് കോടിക്കണക്കിന് മനുഷ്യർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ധാന്യങ്ങൾ പൂത്ത് പോകാതിരിക്കാനായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്ത് ഹൈബ്രിഡൈസ് ചെയ്ത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കുന്ന എന്തിനാണ്? കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത്, പട്ടിണി അകറ്റിയതാണ്. ഇതാണ് സയൻസ്. അപ്പോൾ അതിനെ ഇങ്ങനെ കൊഞ്ഞണം കുത്തുന്നത് ഈ തിന്നതിന് ശേഷം ഈ എല്ലിൽ കയറി കുത്തുന്നതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ ഈ ലക്ഷറിയാണ്. യു ക്യാൻ അഫോർഡ് ടു സേ ദാറ്റ്. ഒന്നും തിന്നാനില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. 69-ലും 64-ലും 69-ലും പട്ടിണി കിടന്ന ആൾക്കാർ മരിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഈ അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും വസൂരിയും അതുപോലത്തെ വീട്ടിൽ കച്ചവടക്കാർ വരില്ല, മലക്കറിയില്ല, തിന്നാനൊന്നുമില്ല. ദാരിദ്ര്യം. 1945-ലുള്ള കല്യാണക്കുറിപ്പിൽ അതിൻ്റെ കോപ്പി ഞാൻ ഇരിപ്പുണ്ട്. കല്യാണക്കുറിപ്പിൽ എഴുതി വയ്ക്കും, വരുമ്പോൾ ഇടങ്ങാഴി അരിയും കൂടി 2 പേർക്ക് കഴിക്കാനുള്ള അരിയും കൂടി കൊണ്ടുവരണം എന്ന് എഴുതി വയ്ക്കും കല്യാണക്കുറിപ്പിൽ. എന്തിനെന്നറിയാം? അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു നമ്മൾ. അങ്ങനെ ജീവിച്ച മനുഷ്യരാണ് ഇന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കലക്കോപ്പതി അടിച്ച് ആൾക്കാരെ പൈസ പിടുങ്ങാനായിട്ട് കുറേ താളിരിക്കുന്നത്, മനസ്സിലായോ?